നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ ആരായിരിക്കും അധികാരത്തിൽ വരിക എന്നുള്ള എക്സിറ്റ് പോൾ സർവേകളെല്ലാം പുറത്തു വന്നിരിക്കുന്നു. ഈ മാസം 29-ാം തീയതി വൈകുന്നേരത്തോടു കൂടി ഏതാണ്ട് 8ഓളം എക്സിറ്റ് പോൾ സർവേകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് ചാണക്യ ടുഡേ എന്ന് പറഞ്ഞ മറ്റൊരു മാധ്യമത്തിന്റെയും സർവേ പുറത്തു വന്നിട്ടുണ്ട്. ഇതിലെല്ലാത്തിലും പറയുന്നത് ചാണക്യയുടെ സർവേ ഒഴികെ ബാക്കി എല്ലാത്തിലും UDF വലിയ ഭൂരിപക്ഷത്തോടു കൂടി, വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരും എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഈ എക്സിറ്റ് പോൾ സർവേകളൊന്നും ഫലിക്കണമെന്നില്ല. പലപ്പോഴും ഇത്തരം പ്രവചനങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ട് എന്നൊക്കെയാണ് പലരും പറയുന്നത്. എന്നാൽ ഇതിനിടയിൽ UDFന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള വടംവലി അവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ അവിടെ വാഗ്വാദങ്ങൾ നടക്കുന്നു. രമേശ് ചെന്നിത്തല ആയിരിക്കണം, അതായത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന, പ്രതിപക്ഷ നേതാവായിരുന്ന, ഇപ്പോൾ കേരളത്തിലെ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തല തന്നെയായിരിക്കണം കേരളത്തിൽ UDFന് മന്ത്രിസഭ കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി ആകേണ്ടത് എന്ന് രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പിൽ നിന്നും അങ്ങനെയുള്ള അവകാശവാദങ്ങളും അറിയിപ്പുകളും പ്രചരണ പരിപാടികളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ UDFനെ ഇന്ന് കാണുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജമാക്കിയതും കഴിഞ്ഞ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും UDFന് വിജയിപ്പിച്ചതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDFന് തകർപ്പൻ വിജയം നേടിക്കൊടുത്തതുമെല്ലാം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഒരു പ്രവർത്തന ഫലമായാണ് ഉണ്ടായത്. അതുകൊണ്ട് UDFന് അധികാരം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ തന്നെ കടന്നു വരണം, VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് VD സതീശൻ ക്യാമ്പും പറയുന്നു. ഇവർ രണ്ടുപേരും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ച ആളുകൾ കൂടിയാണ്. ഈ രണ്ട് അവകാശവാദങ്ങൾക്ക് പുറമെയാണ് AICCയുടെ വർക്കിംഗ് ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ കൂടി ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ക്യാമ്പുകളും അതേ രീതിയിൽ പറയുമ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വടംവലി നടക്കുന്നു എന്നുള്ളൊരു ചിത്രം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും പുറത്തുവിടുന്നത്. വേണുഗോപാൽ ഇത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. UDFന് അധികാരം കിട്ടുകയാണെങ്കിൽ ഒരു വേള മത്സര രംഗത്തു ഇല്ലാതിരുന്ന ആളുകൾ വരെ ഭരണസാരഥ്യത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്, അഥവാ അങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ അത് തള്ളിക്കളയാൻ സാധ്യതയില്ല എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് താൻ അധികാര കേന്ദ്രത്തിലേക്ക് തിരിച്ചു വരാനുള്ള, അല്ലെങ്കിൽ കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കൃത്യമായ സൂചന തന്നെ KC വേണുഗോപാൽ നൽകുകയുണ്ടായി. എന്നാൽ കേരളത്തിൽ ഇത്തരം ഒരു പോര് മുറുകുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ നിർണായകമായ നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 2026-27 പാർലമെന്റ് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനായി, അധ്യക്ഷനായി KC വേണുഗോപാലിനെ സ്പീക്കർ ഓം ബിർള നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ 2026-27 കാലഘട്ടത്തിലെ പാർലമെന്റ് അക്കൗണ്ട്സ് കമ്മിറ്റി PACയുടെ ചെയർമാനായി KC വേണുഗോപാലിനെ സ്പീക്കർ ഓം ബിർള നിയോഗിച്ചു എന്ന് പറയുമ്പോൾ KC വേണുഗോപാലിന് മുമ്പ് 3 പേരാണ് കേരളത്തിൽ നിന്നും ഈ സ്ഥാനം അലങ്കരിച്ചിട്ടുള്ളത്. 22 പാർലമെന്റേറിയന്മാർ അടങ്ങുന്ന ഈ കമ്മിറ്റിയുടെ പ്രഥമ സ്ഥാനത്തേക്ക്, അധ്യക്ഷ സ്ഥാനത്തേക്കാണ് KC വേണുഗോപാൽ വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് 3 മലയാളികളാണ് ആ സ്ഥാനം അലങ്കരിച്ചിട്ടുള്ളത്. ഒന്ന് ജോൺ മത്തായിയാണ്, മറ്റൊന്ന് കേരളത്തിലെയും കേന്ദ്രത്തിലെയും കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവായി എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധിയുടെ വലങ്കൈ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന CM സ്റ്റീഫനാണ്. ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരുന്നതും അക്കാലത്ത് മുതിർന്ന കോൺഗ്രസ് നേതാവായ CM സ്റ്റീഫൻ തന്നെയാണ്. പിന്നീട് ആ സ്ഥാനത്തേക്ക് വന്നത് ഒരു കാലത്ത് കോൺഗ്രസിന്റെ മുഖമുദ്രയായിരുന്ന KV തോമസ് ആണ്. പിന്നീട് KV തോമസ് കോൺഗ്രസ് വിട്ട് പോവുകയുണ്ടായി. അതിനുശേഷം കേരളത്തിൽ നിന്ന് 4ാമത്തെ ആളാണ് ഇപ്പോൾ KC വേണുഗോപാൽ പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട്സിന്റെ ചെയർമാനായി വരുന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള വടംവലിയിൽ നിന്നും മാറ്റി നിർത്തുന്നതിന് വേണ്ടി കൈക്കൊണ്ട നടപടിയുടെ ഭാഗം തന്നെയാണ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിലും KC വേണുഗോപാൽ ഈ ചുമതല ഏറ്റെടുത്തുകൊണ്ട് മാറി നിൽക്കുകയാണെങ്കിൽ പിന്നീട് രമേശ് ചെന്നിത്തലയും VD സതീശനുമായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത. എന്നാൽ ഇതുകൊണ്ടും KC വേണുഗോപാലിന്റെ സാന്നിധ്യം കേരളത്തിൽ ഇല്ലാതാവുന്നില്ല. കാരണം മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളതിന് KC വേണുഗോപാലിന്റെ നിർണായകമായ അഭിപ്രായം കൂടി അവിടെ വിലക്കെടുക്കേണ്ടതായി വരും എന്നുള്ളതാണ് പറയാൻ കഴിയുക. അഥവാ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാലിന്റെ അഭിപ്രായം വളരെ നിർണായകമായിരിക്കും എന്ന് തന്നെയാണ് പറയാൻ കഴിയുക.
കാരണം പലയിടങ്ങളിലും ജയിക്കാൻ സാധ്യതയുള്ള ആളുകളെ മാറ്റി തൻ്റെ ക്യാമ്പിൽ നിന്നുള്ള ആളുകളെയാണ് കെ.സി. വേണുഗോപാൽ കേരളത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി നിർത്തിയിരിക്കുന്നത്. അത് വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു. UDF-ന് ഭരണം കിട്ടുകയാണെങ്കിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന് നിയമസഭാ സാമാജികരോട് വിളിച്ചു ചോദിക്കുമ്പോൾ അവരിൽ ഭൂരിപക്ഷം ആർക്കാണോ ആ ആളെ മുഖ്യമന്ത്രി ആക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കും. അങ്ങനെയെങ്കിൽ തനിക്ക് ആ ഭൂരിപക്ഷം കിട്ടണം എന്നുറപ്പാക്കുന്നതിന് വേണ്ടി തൻ്റെ ക്യാമ്പിലുള്ള ആളുകളെയാണ് കെ.സി. വേണുഗോപാൽ ഇക്കുറി കേരളത്തിൽ മത്സര രംഗത്ത് ഇറക്കിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുക. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ കെ.സി. വേണുഗോപാൽ മാറി നിന്നാലും കെ.സി. വേണുഗോപാലിന്റെ പക്ഷത്തുള്ള ആളുകൾ ആർക്ക് അനുകൂലമായി കൈപൊക്കും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി വരിക എന്നുള്ളത് വളരെ നിർണായകം തന്നെയാണ്. ഫലത്തിൽ കേരളത്തിൽ നിന്നും കേന്ദ്രത്തിലെ പാർലമെന്റ് കമ്മിറ്റി അക്കൗണ്ട്സിന്റെ ചുമതലയിലേക്ക് കെ.സി. വേണുഗോപാൽ പോവുകയാണെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള ചർച്ചകളിലും അതിന്റെ അഭിപ്രായ സമന്വയത്തിലും തീരുമാനങ്ങളിലുമെല്ലാം കെ.സി. വേണുഗോപാലിന്റെ പങ്ക് വളരെ നിർണായകമായി മാറും എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. എന്തായാലും ഹൈക്കമാൻഡ് ഇവിടെ നിന്നും കെ.സി. വേണുഗോപാലിനെ ഈ നിർണായകമായ ഘട്ടത്തിൽ നിന്നും ഇങ്ങനെയുള്ള ശണ്ടകളിൽ നിന്നും വാദപ്രതിവാദങ്ങളിൽ നിന്നും തർക്ക വിതർക്കങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു സ്ഥാനം നൽകിയിരിക്കുന്നത് എന്നും പറഞ്ഞു കേൾക്കുന്നു. എന്തായാലും ഇനി മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ UDF-ന് തന്നെയായിരിക്കുമോ അധികാരം കിട്ടുക എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. എക്സിറ്റ് പോൾ സർവേകളിലെല്ലാം തന്നെ UDF-ന് അധികാരം കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പലപ്പോഴെങ്കിലും എക്സിറ്റ് പോളിലെ സർവേ ഫലങ്ങളെല്ലാം പാളിപ്പോയതായും നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും പിണറായി വിജയൻ തന്നെ ഭരണസാരഥ്യം ഏറ്റെടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ്. എന്തായാലും കെ.സി. വേണുഗോപാലിനെ PAC-യുടെ അധ്യക്ഷനായി നിയോഗിച്ചുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ തർക്ക വിതർക്കങ്ങൾക്ക് ഹൈക്കമാൻഡ് തടയിട്ടു എന്നുള്ളതാണ് ഇതിലൂടെ തൽക്കാലം മനസ്സിലാക്കാൻ കഴിയുക. എന്താണ് ഇനിയും ഇക്കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം, കണ്ടറിയാം.